ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പം നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഫാമിലി ഫുള്ളായിട്ട് ഒത്തുകൂടിയ ദിവസമല്ലേ, അതിൻ്റെ തലേ ദിവസം അതിൻ്റെ തലേദിവസം 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്, കാരണം എഡിറ്റ് ചെയ്ത് വെച്ച് പക്ഷേങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ടോ ലേറ്റ്, കാരണം മക്കളും വെച്ച് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓരോ ഒച്ചപ്പാടും കാര്യങ്ങളും അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വോയിസ് ഓവറൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പം കരയുന്നൊക്കെ ഉണ്ടാകും, അപ്പം പിന്നെ ഓളെടുക്കും. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആകുമ്പം ടയേർഡാവും, അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അങ്ങനെ ഇതാ കാക്ക ഇച്ചുവിനെയും കൊണ്ട് കാറും കൊണ്ട് പോയിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇച്ചുവിനും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വേഗം അവനെ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ പോയതായിരുന്നു കേട്ടോ അവന്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ബിങ്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം കറങ്ങാൻ പോവുക അല്ലെങ്കിൽ വണ്ടിയിൽ വെറുതെ പോകുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉച്ചക്ക് പോയിട്ട് ആളെത്തിയിട്ടുള്ളത് വൈകുന്നേരമാണ് കേട്ടോ, 4:30 ആയിട്ടുണ്ടായിരുന്നു എത്തുമ്പം. അപ്പോൾ അത്രയും നേരം കാക്കാൻ്റെ ഒപ്പം തന്നെ ഇരുന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്, അതൊരു സമാധാനം കിട്ടല്ലേ. പിന്നെ ഈ മിഠായി ഒന്നും കിട്ടാകുമ്പോൾ പിന്നെ ചോറും കാര്യങ്ങളൊന്നും തിന്നൂല കേട്ടോ. പിന്നെ എനിക്ക് ഭക്ഷണമേ വേണ്ട, അങ്ങനെയാണ് ഉണ്ടാവല്. അങ്ങനെ ഇതാ ഉറങ്ങി ജസ്റ്റ് ഒന്ന് കടത്തിയിരുന്നു കേട്ടോ ഞാൻ. പക്ഷേങ്കിൽ കാക്ക വന്ന് വിളിച്ചപ്പോൾ തന്നെ ആളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേഗം തന്നെ പോയി. പിന്നെ വൈകുന്നേരം ഇതാ ഞാൻ ഏതേനും എടുത്തിട്ട് ജസ്റ്റ് പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. കാക്കാക്ക് പോകണമെങ്കിൽ ഇവനകത്തേക്കാണ്, പക്ഷേങ്കിൽ ഓന് പുറത്തന്നെ നിൽക്കാണ്ടോ. എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാക്ക പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓനകത്തേക്കൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇതാ രാത്രിയിലെ വിശേഷമാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രി കുറേ ഭക്ഷണമൊക്കെ കഴിച്ചതിനിപ്പോൾ എല്ലാം കൂടി കേച്ചെഴുകയാണ്. അപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി മീൻ പൊരിച്ചതൊക്കെയായിരുന്നു. പിന്നെ ഇതാ നട്ടപ്പാതിരക്ക് ഉറങ്ങിയ ഞങ്ങൾ പിന്നെ എണീറ്റിട്ട് പിന്നെ ഇതാ വാഷ് ബേസ് ജസ്റ്റ് ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റിട്ടുള്ളതാണ്. 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കടന്നിട്ടായിരുന്നു. പക്ഷെ കടന്നപ്പോൾ ഒരു സമാധാനം ഇല്ലായിട്ട് ഞാൻ പറഞ്ഞു നമുക്കതൊന്ന് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടപ്പോൾ റെഡിയാക്കാൻ കേട്ടോ. അപ്പം ഈ ഒരു മഡ് പോലത്തെ സാധനം 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി സമാസമം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തെന്നാ ഇതിൻ്റെ പേര് എന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തോ സ്റ്റെയിനോ മറ്റോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം ഇത് തേച്ചതും കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചോർച്ചയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളിത് റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ലോണം നമ്മൾ കൈയും കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മഡ് പോലെയൊക്കെയാണ്. പിന്നെ ഇത് കൈ കഴുകുമ്പോൾ പോകട്ടോ, നല്ലോണം നമ്മൾ കൈ വാഷ് ചെയ്യണം, എന്നിട്ട് വേണം കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതാണ് കേട്ടോ അതിൻ്റെ പേര്, MC എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതിൽ 2 എണ്ണമാണ് ഉണ്ടാവുക. ഇത് രണ്ടും സമാസമം എടുത്തിട്ട് എന്താക്കുക നല്ലോണം മിക്സ് ചെയ്യുക, എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക. പക്ഷേ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ചെയ്തിട്ടും ചോർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടിയാണ് വെള്ളം പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. പിറ്റേ ദിവസം പാത്രം കഴുകുമ്പോഴും താഴെക്കൂടെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പൈപ്പിൻ്റെ അവിടെയാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണോ എന്നറിയില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ ഒന്നും കൂടി തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ, നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കള്ള് കൂട്ടുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും കൂട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നല്ലോണം പൊന്തി പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചു മെജൊക്കെ എണീക്കുന്നുണ്ടോ എന്നും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ഉറക്കായിരുന്നു, രണ്ടാളും ഉറക്കിയിട്ട് ചെയ്യുന്നു കേട്ടോ. ഞാൻ എണീക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എണീക്കും, പിന്നെ പാലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒന്നും കൂടി ഒന്ന് ഉറക്കും കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ കിടക്കും. പിന്നെ ഇക്കാനെ വിളിപ്പിക്കാൻ പോകുമ്പോഴാണ് രണ്ടുപേരും എണീക്കൽ കേട്ടോ. അങ്ങനെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഇക്കൊക്കെ ഷോപ്പിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. അങ്ങനെ തന്നെ ഇതാ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ കുളിപ്പിച്ചിട്ട്. അപ്പം ജസ്റ്റ് തൊട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട്. ആടെ എണീക്കൊന്നും അറിയില്ല. അപ്പോൾ എണീക്കുകയാണെങ്കിൽ ഒന്നും കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ തീർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചുവാരി അതിനുള്ള പരപ്പാടാണ്. അപ്പോൾ ഇച്ചു ഇവിടെ ഇല്ല കേട്ടോ. ഓന് അകത്ത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ഇപ്പം ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അനുചേച്ചിയൊക്കെ ഉണ്ട്. അപ്പം അനുചേച്ചിയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് മക്കളൊപ്പം കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓന് മുറ്റത്താണുള്ളത്. ഞാൻ ഓരോ ഭാഗം വൃത്തിയാക്കി വരണം. അപ്പോൾ ഇടയ്ക്ക് ഓനൊന്ന് ജസ്റ്റ് മുഖം കാണിക്കാനെന്ന രീതിയിൽ അകത്തേക്ക് കയറി വരും കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ തമ്പൂൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വരെ വേഗം വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറേ സ്ഥലം ഒരുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇൻഷാല്ലാ മെയിനായിട്ടുള്ള ഒരുക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എപ്പോഴാണ് ഇനി അപ്ലോഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയെന്നറിയില്ല. എടുത്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് കേട്ടോ, പെൻഡിങ്ങിലുണ്ട്. ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഫുള്ള് നല്ല തൈമാനം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് ഫുഡ് വരെ കഴിക്കാണ്ടൊക്കെയായിരുന്നു പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രക്കും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്നുള്ളത് ഇൻഷാല്ലാ നമ്മളെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതും എല്ലാവരും കണ്ടു നോക്കാം. അങ്ങനെ ഇതാ ഓരോ ഭാഗങ്ങളായിട്ട് വേഗം അടിച്ചു വരാണ്. അപ്പം ഇവിടെ ഇച്ചു ഇനിയിപ്പം റോട്ടുമലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വേഗം പണിയും തീർക്കണം. മോനം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. അവൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ചെറിയ മക്കളുണ്ട്, നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും നല്ലോണം ഇതാകും കേട്ടോ. പക്ഷേങ്കിൽ അവർ ഉറക്കുന്നതിന് കുറച്ച് മുമ്പൊക്കെയാണ് പിന്നെയും കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ വൃത്തിയാക്കിയതിനൊരു ഉപകാരം ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. രാവിലെ എണീറ്റപാടെ ഒന്നും അടിച്ചൊരു തുടക്കലില്ല കേട്ടോ. നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെല്ലനെയാണ് കേട്ടോ ചെയ്യൽ. എന്നുവെച്ചാൽ ഉച്ചേൻ്റെ മുമ്പ് നമ്മൾ ഒരു 12 മണിയാകുമ്പോൾ തന്നെ എൻ്റെ പണിയൊക്കെ തീർക്കും കേട്ടോ. ഞാൻ രാവിലെ തന്നെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ട് പിന്നെ ആ ഒരു പണി ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇതാ തുടക്കുകയാണ് കേട്ടോ. പിന്നെ ഓൻ്റെ കളി സാധനങ്ങളും അതുപോലെ തന്നെ ചെയർ, ബാറ്റ്, ബോൾ അതൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തുടക്കുന്ന സമയത്ത് ഇതാ കാക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് കാണിച്ചിട്ട വീഡിയോ ഇതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം കാക്കാക്കൊന്ന് എവിടേക്കോ പോകാണ്ട് വടുവഞ്ചാലോ അങ്ങനെ എവിടേക്കോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം കാക്ക ഇച്ചു കാക്കാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളെന്തായാലും അടങ്ങിക്കൂല. അപ്പം കാക്ക എന്താക്കാൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ ഉപ്പ ചെയ്യുന്ന പോലെ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. കാക്ക ഇങ്ങനെ ചോദിച്ചിട്ടോ അവന് മേപ്പാടി പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മേപ്പാടി ഒന്നും പോയിട്ട് തന്നെ ജസ്റ്റ് ഇതിൽ കൂടെ തന്നെ ഒന്ന് റൗണ്ട് അടിച്ചാൽ ആൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പം പിന്നെ കരയിലല്ലേ, പിന്നെ ഫുൾ കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ അവർ വരുമ്പോഴത്തേക്ക് വേഗം തുടച്ച് തീർക്കാൻ വിചാരിച്ചിട്ട് തുടക്കുകയാണ് കേട്ടോ. ഓൻ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ വേഗം കുളിപ്പിക്കാൻ നിൽക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മെസനെ ഉറക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഓള് ഉണർന്ന് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആൾ ഫുൾ കരച്ചിലായിരിക്കും കേട്ടോ. ആൾ അടങ്ങി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓളെ ഉറക്കിയിട്ടാണൊക്കെ ചെയ്യൽ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ തുടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇച്ചുവൊക്കെ വന്ന് ഇച്ചുവിനെ കുളിപ്പിച്ച് പിന്നെ ഇതാ ഇച്ചുവിനെ കഞ്ഞി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയും കഴിഞ്ഞു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ തീറ്റിപ്പിച്ചിട്ട് വേണം ഉറക്കാൻ, അല്ലെങ്കിൽ ആളൊന്നും കഴിക്കില്ല. ഭയങ്കര മടിയനാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ മടിയന്മാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടാവുമോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് കുട്ടികളൊന്ന് കരഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ ഇച്ചുവിനെ പുറത്തേക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇത് വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം മുട്ടായിക്കും വേണ്ടിയിട്ട് ആൾ ഫുൾ കരച്ചിലിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാക്കേജിൽ ജസ്റ്റ് നബാട്ടി പോലത്തെ ഒരു സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ഹേസൽനട്ടിൻ്റെ. അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെയും എടുത്ത് ഞാൻ ജസ്റ്റ് പുറത്തിരിക്കാം കേട്ടോ. അല്ലേ പിന്നെ കരച്ചിലായിരിക്കും. മോളും കരയും ഇവനും കരയും, അങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഇതാ എല്ലാവരും കൂടി പുറത്തിരിക്കുകയാണ്. പിന്നെ പുറത്ത് ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും അതിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒന്ന് റിട്ടയറായാലും എണീക്കും.
ഇറങ്ങും കേട്ടോ. പിന്നെ ഇതാ മരുപ്പിൻ്റെ സമയം ഞാൻ ഓതുമ്പോൾ ആൾ ചുമരുമേൽ വരക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കഴിക്കും. ഈ ഒരു ചുമര് ഇപ്പം വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആൾ നാശമാക്കിയിട്ടുണ്ട് നല്ലോണം. പിന്നെ ഇതാ രാത്രിക്ക് വന്നു എല്ലാവരും എടുത്തു. പിന്നെ ഇതാ നിലത്തും കട്ടിൽമേലൊക്കെ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ മീൻ കറിയും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമ്മളിനി ചോറ് തിന്നാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.